ഇന്ന് ഈ പ്രാധാന്യമർഹിക്കുന്ന ദിനം കൊണ്ടാടാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമ്മുടെ മിഷനറി ചരിത്രം ലോകത്തിലെ മറ്റ് മിഷൻ ചരിത്രങ്ങളിൽ നിന്ന് നമ്മെ നിസ്തുല്യമാക്കുന്നത് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ഒരു തദ്ദേശീയ നേതാവും വളരെ പ്രഗത്ഭ വ്യക്തിയുമായിരുന്ന ശ്രീ വേദമാണിക്യം മഹാരാസൻ തഞ്ചാവൂരിൽ പോയി ഒരു മിഷണറിയെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹമോട് ആരംഭിച്ച സുവിശേഷ പ്രവർത്തനത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ചെയ്യാനായിട്ട് ക്ഷണിച്ചു എന്നുള്ളതാണ്. ഇത് സാധാരണ ചരിത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. പലയിടത്തും മിഷണറിമാർ അങ്ങോട്ട് ചെന്ന് ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരു വ്യക്തി സുവിശേഷം കേട്ട് തൻ്റെ ജനങ്ങളെ അതിൻ്റെ പ്രാരംഭ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു. കൂടുതൽ ക്രിസ്തീയ വിദ്യാഭ്യാസവും വിശ്വാസത്തിൻ്റെ ഉന്നതമായ തലങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മിഷണറി അന്വേഷിച്ച് അദ്ദേഹം തഞ്ചാവൂരിൽ പോയ ഒരു സ്റ്റോറി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൺവേർഷനെക്കുറിച്ചുള്ള സ്റ്റോറീസ് എല്ലാം നമുക്ക് സുപരിചിതമായതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം നമ്മുടെ ഒരു മിഷൻ ഹിസ്റ്ററിയുടെ അതിൻ്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭം മുതൽ ഇവിടെ നടന്ന അപ്പർ ക്ലോത്ത് റിവോൾട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ഇനിഷ്യേറ്റീവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്നിത്രയും വിസ്തൃതമായിട്ടുള്ള 3 ഡയസസുകളായിട്ട് വളരെ തക്ക വിധത്തിൽ ഈ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഈ നമ്മുടെ മിഷണറിമാർ വെറും വിശ്വാസികളല്ല ഇവിടെ സൃഷ്ടിച്ചത്, അതേസമയം അവർ തദ്ദേശീയ മിഷണറിമാരെ രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് സാധിച്ചു. അപ്പോൾ ഇൻഡിജിനസ് മിഷണറീസിനെ രൂപപ്പെടുത്താൻ സാധിച്ചതാണ് നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നത്. അതിന് നിദാനമായിട്ട് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു കോൺഗ്രിഗേഷണലിസത്തിൻ്റെ എലിമെൻസാണ്. നമ്മുടെ ഇടയിൽ വന്ന് പ്രവർത്തിച്ച പല മിഷണറിമാരും ആ ഒരു കോൺഗ്രിഗേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അൽമായർക്ക് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ശുശ്രൂഷ രീതി നമുക്കിവിടെ അവലംബിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് നമുക്ക് അറിയാം, നമ്മുടെ ഡയസസുകളിൽ ചെറുതായിട്ടാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ച് ഗ്രോത്ത് ഒരു അൽമായരുടെയും അതോടൊപ്പം വൈദികരുടെയും ഒരു കൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം നിദാനമായി തീർന്നത് നമ്മുടെ ഒരു തദ്ദേശീയനായിട്ടുള്ള നമ്മുടെ പൂർവ്വപിതാവ് അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക പ്രകാശനത്തിനൊത്തവണ്ണം നമ്മുടെ ഈ നാട് മുഴുവനും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം എടുത്ത ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ആസ്ട്രോണമിയിലും ഗണിതശാസ്ത്രത്തിലുമൊക്കെ വളരെ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് അന്നത്തെ ഒരു ഇൻഡിജിനസ് എഡ്യൂക്കേഷൻ്റെ അറിവുകളെല്ലാം അദ്ദേഹത്തിൽ സമ്മേളിക്കപ്പെട്ടിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നത് താൻ മാത്രം വളർന്നാൽ പോരാ, താൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം കൂടെ വളരണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ സഭയുടെ ഒരു നല്ല ഫൗണ്ടേഷന് കാരണമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ മഹാവ്യക്തിത്വത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ നമ്മുടെ സഭയ്ക്ക് നൽകിയ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് നമ്മൾ ഒരുമിച്ച് പ്രസ്താവിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 6-ാം വചനമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം. നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകൻ തൻ്റെ ദാസഗീതങ്ങളിൽ ഒരെണ്ണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതിവിശാലമായ മിഷൻ്റെ ഒരു സന്ദേശമാണ് ഞാൻ ഈ 6-ാം വചനത്തിലൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. നമുക്ക് പരിചയമുള്ള
ഭാഗങ്ങളാണ് ഈ ദാസഗീതങ്ങളെല്ലാം തന്നെ. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ സെർവൻ്റ് സോങ്സ് എന്ന് പറയുന്ന ദാസഗീതങ്ങൾ 4 പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് 42 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗവും, 49 അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗവും, 50 അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള ഭാഗവും, 52 അധ്യായത്തിൻ്റെ 13 മുതൽ 53 അധ്യായത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുന്ന ഒരു പാസേജും കൂടെ ചേർന്നതാണ് ദാസഗീതങ്ങൾ. ഈ ദാസഗീതങ്ങളെല്ലാം മിഷന് ഫൗണ്ടേഷനായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഇഫക്റ്റീവായിട്ടുള്ള വചനമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ മുഴുവൻ സന്ദേശവും നമുക്ക് വേണമെങ്കിൽ ഈ 4 സെർവൻ്റ് സോങ്സിൻ്റെ വിശദീകരണത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ഇവിടെ നമുക്ക് ഈ മിഷനിൽ ഒരു വലിയ പുരോഗതിയാണ് അതിൻ്റെ തിങ്കിങ്ങിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ദൈവം ഇസ്രായേലിനെ പുറപ്പാട് സംഭവത്തിലെല്ലാം പറയുന്നത് ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ, ഹീ ഈസ് മൈ ഫസ്റ്റ് ബോൺ സൺ എന്നെല്ലാം ആദ്യം പറയുന്നു. ഈ ആദ്യജാതനായ മനുഷ്യനെ അല്ലെങ്കിൽ ഈ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവരവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, അന്യദൈവ ആരാധനകളൊക്കെ തുടങ്ങി. ഏതായാലും അടുത്ത ദൈവം കണ്ടുപിടിക്കുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ, അതോടൊപ്പം തന്നെ മീനിങ് ഫുൾ മെത്തേഡ് ഓഫ് മിനിസ്ട്രിയാണ് സെർവൻ്റ് മോഡൽ ഓഫ് മിനിസ്ട്രി, ദാസ്യ ശുശ്രൂഷ. അതായത് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: നീ എൻ്റെ ആദ്യജാതനാണ്, അതേസമയം നീ ഇനി എനിക്ക് ദാസനായിട്ട് ശുശ്രൂഷ ചെയ്ത് ലോകം മുഴുവനും ഉള്ള ജനത്തെ എൻ്റെ രക്ഷയെക്കുറിച്ച് അറിയത്തക്ക വിധത്തിൽ അവരെ കൂട്ടിവരുത്തണമെന്ന് പറഞ്ഞു. അതേസമയം യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ദർശനം ലഭിച്ച ആളുകൾ അവിടെയുള്ള ശുശ്രൂഷകൾ മാത്രം വ്യാപൃതരായി ആ ശുശ്രൂഷകളിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം വരെ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്: നീ എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, നീ എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. ഇപ്പോൾ നീ ചെയ്യുന്നത് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ അവരെ നീ വീണ്ടും ക്രമപ്പെടുത്തി അവർക്ക് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ശുശ്രൂഷകളും ഒക്കെ ചെയ്യത്തക്ക വിധത്തിൽ നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെല്ലാം ശരിയായ തരത്തിൽ പണിയുന്ന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷ നീ ചെയ്യുന്നു. അതേസമയം ദൈവം പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് ടു ലൈറ്റ് എ തിങ് ദാറ്റ് യു ഷാൽ ബി മൈ സെർവൻറ്റ്. ഇറ്റ് ഈസ് ടു ലൈറ്റ് എ തിങ് ദാറ്റ് യു ഷാൽ ബി മൈ സെർവൻറ്റ്. എന്തുകൊണ്ട് പറയുന്നതെന്നറിയാമോ? വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പള്ളികൾ ചെയ്യുന്നു, സഭകൾ ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങൾ തന്നെ. നമ്മൾ COF നടത്തുന്നു, സൺഡേ സ്കൂൾ നടത്തുന്നു, അതോടൊപ്പം പിന്നെ സ്ത്രീജന സഖ്യം നടത്തുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചുറ്റുപാടുള്ള ആളുകളെ വിസിറ്റ് ചെയ്യുന്നു, രോഗികളെ സന്ദർശിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ദൈവം പറയുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ലളിതമാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈസി ആയിട്ടുള്ള ഈ സ്പിരിച്വാലിറ്റി വിട്ടിട്ട് കുറച്ചുകൂടെ ബൃഹത്തായ കാര്യങ്ങൾ, കുറച്ചുകൂടെ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മോട് ആലോചന പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് അഭിനന്ദനങ്ങൾ കിട്ടുന്ന ശുശ്രൂഷ ചെയ്ത്, ലളിതമായ ശുശ്രൂഷകൾ ചെയ്ത്, നമ്മൾ മലയാളത്തിൽ പറയും നഖം നനയാതെ നത്തയെടുക്കുക. നഖം നനയാതെ നത്തയെടുക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പോലും നനയാൻ പാടില്ല, പക്ഷേ എനിക്ക് നത്തയെടുക്കണമെന്ന് പറഞ്ഞൊരു ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു താല്പര്യമാണ് നമുക്ക് എല്ലാവരുടെയും മനസ്സുകളിലുള്ളത്. പക്ഷെ ദൈവം പറയുന്നു നീ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ലൈറ്റ്, വളരെ ലളിതമാണ്. അതേസമയം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ശ്രമകരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുക, ശ്രമകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ശുശ്രൂഷകൾ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവജനത്തെ സജ്ജമാക്കാൻ ദൈവം ഇസ്രായേലിനെ വിളിച്ചിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ദൈവം ദാസൻ എന്നുള്ള സിംഗുലർ പദം ഉപയോഗിച്ച് വിളിക്കുന്നത്, എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള എല്ലാ ജനങ്ങളും ദൈവത്തിൻ്റെ മിഷണറിമാരാണ്. അതിനുള്ള മുഴുവൻ ജനങ്ങളും, കന്യാകുമാരി ഡയസസിലെയും സൗത്ത് കേരള ഡയസസിലെയും കൊല്ലം കൊട്ടാരക്കര ഡയസസിലെയും മുഴുവൻ ജനങ്ങൾ ദൈവത്തിൻ്റെ മിഷണറിമാരാണ്.
അവർക്കാർക്കും ദൈവത്തിൻ്റെ മിഷനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ മിഷണറി ആയിട്ട് പോകുന്ന സമയത്ത് ബിഷപ്പ് സാമുവൽ അമൃതൻ തിരുമേനിയും എന്നെയും എൻ്റെ ഭാര്യയെയും കൊച്ചു മക്കളെയും കൂടെ വിളിച്ച് പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പേ തിരുമേനി പറഞ്ഞു, ഞങ്ങളുടെ ഈ ബിഷപ്സ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് ലില്ലീസ് ചാപ്പൽ എന്ന് പറഞ്ഞൊരു ചാപ്പലുണ്ട്, അവിടെ വെച്ചായിരുന്നു ആ ഒരു കമ്മീഷനിങ് സർവീസ്. അപ്പം അത് നടക്കുന്ന സമയത്ത് തിരുമേനി പറയുകയാണ്, ഞാനിന്ന് പ്രിൻസ്റ്റൺ അച്ഛനെ മാത്രമല്ല ബ്ലസ് ചെയ്യാനായിട്ട് പോകുന്നത്, പ്രതിഷ്ഠിക്കാനായിട്ട് പോകുന്നത്, ഞാനിന്ന് അച്ഛനെയും കൊച്ചമ്മയും കൊച്ചു മക്കളെയും കൂടെ മിഷണറിമാരായിട്ട് നിയോഗിച്ചയക്കുകയാണ്. ഞാനൊരു ഷോർട്ട് ടൈം മിഷണറി ആയിട്ട് പോകാൻ വേണ്ടിയാണെന്ന് തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ അത്തരത്തിൽ പ്രതിഷ്ഠിച്ചയക്കുകയാണ്. തിരുമേനി പറഞ്ഞൊരു കാര്യം, ഈ അച്ഛനും കൊച്ചമ്മയും ഈ കൊച്ചു മക്കൾ 4 വയസ്സും 1.5 വയസ്സും ഒക്കെ ഉള്ള പിള്ളേർക്കെന്ന് ഈ കുഞ്ഞുങ്ങൾ കൂടെ പോയി അവരുടെ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ഈ കൊച്ചു മക്കളിലൂടെയും അവരുടെ കൂട്ടുകാർ, ഗുജറാത്തിലുള്ള കൊച്ചു കൂട്ടുകാർ, അവർ ഒരുമിച്ച് കളിക്കുകയും അവർ പല ആശയങ്ങൾ പങ്കിടുകയും ചെയ്യുമ്പോൾ യേശു എന്ന പേര് ഈ കൊച്ചു മക്കളിലൂടെയും അവർ കേൾക്കാനായിട്ട് ഇടവരും. അതുകൊണ്ട് അവർ മിഷണറിമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ മിഷണറി പ്രവർത്തനത്തിൽ ഏതൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടായി. നിങ്ങളെന്നുള്ളതിന് അതിനകത്ത് പിന്നെ 30 വയസ്സിന് മുകളിലോട്ടുള്ളവരെന്നോ 17 വയസ്സിന് മുകളിലോട്ടവരോ ഒന്നുമില്ല. ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ വയോധികരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ദൈവത്തിൻ്റെ മിഷൻ്റെ ഭാഗമാണ്. അവരെല്ലാം മിഷണറിമാരാണ്. അവർക്കെല്ലാം സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ്. അതുകൊണ്ട് പറയുന്നത് ഇതിലാർക്കും മാറി നിൽക്കാൻ സാധിക്കുന്നതല്ല, മറിച്ച് പറയുന്നത് ശ്രമകരമായ കാര്യങ്ങൾ, കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ദൈവവേലയെ സജ്ജമാക്കുന്നതിന് നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാം, റോസ പാർക്സ് എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. റോസ പാർക്സ് എന്ന് പറയുന്നവർ അമേരിക്കയിൽ വിമോചന പ്രസ്ഥാനത്തിന്, കറുത്തവരുടെ വിമോചന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു വനിതയായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ലിബറേഷൻ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകുന്നതിന് മുമ്പേ റോസ പാർക്സ് അവരുടെ ഇടയിൽ ഒരു നേതാവായി മാറി. അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. മോണ്ട്ഗോമറിയിൽ നിന്ന് അലബാമയിലേക്ക് പോകുന്ന ബസ് ഡിസംബർ മാസം 1-ാം തീയതി 1985. അന്നത്തെ രീതി അനുസരിച്ച് ബസ്സിൽ വെള്ളക്കാർക്ക്, അതായത് വൈറ്റ് കമ്മ്യൂണിറ്റിക്ക് സീറ്റുകളിലിരിക്കാം, കറുത്ത വർഗ്ഗക്കാർ അതിൻ്റെ ബാക്കിലുള്ള സ്പേസിൽ നിൽക്കാൻ മാത്രമേ സാധിക്കൂ. അവർക്കിരിക്കാനായിട്ടുള്ള ഫ്രീഡം കൊടുത്തിട്ടില്ലായിരുന്നു. അതേസമയം റോസ പാർക്സ് എന്ന് പറയുന്ന സഹോദരി അവരുടെ കറുത്ത വർഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അവർ വെള്ളക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തു എന്നെഴുതിയിരുന്ന സീറ്റിൽ ഒരെണ്ണത്തിൽ കയറിയിരുന്നു. ഉടനെ തന്നെ കൂടെ ഇരുന്ന എല്ലാ സാഹിബന്മാരും ബഹളം ഉണ്ടാക്കി. അവർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് പറഞ്ഞു, നിങ്ങളിവിടെ നിന്ന് എഴുന്നേൽക്കണം, നിങ്ങൾ മാറിയിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. അവർ പറഞ്ഞു, നിങ്ങളീ പറയുന്നില്ല അറസ്റ്റ് ചെയ്ത് തന്നെ ജയിലിലിടുമെന്നൊക്കെ. നിങ്ങളീ പറയുന്ന ജയിലിലുണ്ടല്ലോ ഈ കുടുസ് മുറി, ഈ മുറി എനിക്കും എൻ്റെ ജനത്തിനും പരിചയമുള്ളതാണ്. ഇത് നിങ്ങൾക്കൊരുപക്ഷേ അപരിചിതമായിരിക്കും. എൻ്റെയും എൻ്റെ കറുത്ത വർഗത്തിലെ ജനങ്ങളുടെയും ജീവിതമെന്ന് പറയുന്നത് ഈ തടവറയിൽ കിടക്കുന്നതിന് തത്തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ജയിലെന്ന് പറയുന്നത് എനിക്ക് അപരിചിതമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ജയിലിൽ പിടിച്ചിടുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനായിട്ടൊന്നുമില്ല. അവർ പറഞ്ഞു, ഐ എം ടയർഡ് സോ ദാറ്റ് ഐ വാണ്ട് ടു സിറ്റ് ഹിയർ. ഞാൻ വളരെ ക്ഷീണതയാണ്, അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കണം. അവരുടെ തൻ്റെ ഇടത്തോടുള്ളവരും അവർ നീക്കം കണ്ടപ്പോൾ 100 കണക്കിന് കറുത്ത വർഗ്ഗക്കാർ അന്ന് അവരുടെ പിന്നാലെ ഒരുമിച്ച് കൂടി. ബസ്സെല്ലാം ബോയ്ക്കോട്ട് ചെയ്തവർ നടക്കാനായിട്ട് തുടങ്ങി. അതൊരു വലിയ വിമോചന പ്രവർത്തനത്തിൻ്റെ പ്രാരംഭമായിരുന്നു. അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരൊക്കെ കൂടെ പറയും, അന്ന് റോസ പാർക്സ് ഇരിക്കാതിരുന്നുവെങ്കിൽ ഇന്ന് മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന്. വലിയൊരു വിമോചന പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചത് ആ വനിതയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ശ്രമകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വിമോചനമുണ്ടാകും. ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മിഷനിൽ പങ്കുചേരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടം അഭിനന്ദനമാണ്. ഇന്ന് അഭിനന്ദനം എന്ന് പറഞ്ഞൊരു സംഗതി ക്രിസ്തീയ ശുശ്രൂഷയിലില്ല. ആരെങ്കിലും അഭിനന്ദിച്ച്
അതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശുശ്രൂഷ വൃഥാവാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേസമയം എപ്പോഴും അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അതേ പെയിനും അതേ തരത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കാത്തിടത്തോളം കാലം ക്രിസ്തീയ ശുശ്രൂഷ ഒരിക്കലും അർത്ഥവത്തായി തീരുന്നില്ല. നമ്മുടെ LMS മിഷണറീസ് ഇവിടെ വന്ന് എന്തെല്ലാം തരത്തിലുള്ള ത്യാഗം അവർ നമുക്ക് വേണ്ടി അനുഭവിച്ചു. അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരെ നമ്മെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു. പക്ഷെ പലപ്പോഴും ഈ മിഷൻ ഹിസ്റ്ററി നമ്മളതിനെ വ്യാഖ്യാനിച്ചതിൻ്റെ കുഴപ്പം കൂടിയാണ്. ഒരു വൈറ്റ് മിഷണറി കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പിന്നീടുള്ള രചനകളൊക്കെ വന്നു. അതേസമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ തന്നെ എഴുതിയിട്ടുള്ള രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അപ്പർ ക്ലോത്ത് റിവോൾട്ടിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരാണ്. അവർ പറഞ്ഞത് അവസാനം ഇങ്ങനെയാണ്. ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ തിരുവിതാംകൂറിൽ വരുന്നതിന് മുമ്പേ തന്നെ ഷാനാർ വിഭാഗത്തിലുള്ള അമ്മമാർ മാറുമറയ്ക്കാൻ ആരംഭിച്ചിരുന്നു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ലീഡേഴ്സ്? നമ്മുടെ അമ്മമാരാണ്. അവർ അതിൻ്റെ ലീഡേഴ്സായിരുന്നു. അതേസമയം അവരുടെ സപ്പോർട്ടിങ് ഏജൻസീസാണ് മിഷണറീസും അതോടൊപ്പം തന്നെ മെയിൽ ഷാനാസ് എന്ന് പറയുന്നവരും. നമ്മുടെ ആർക്കൈവ്സിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ സ്കൂൾ ഓഫ് ഓറിയൻ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ അവിടെ പോയി റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഡോക്യുമെൻ്റ് കാണാനായിട്ട് ഇട വന്നത്. അവരെഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഷാനാർ വിഭാഗത്തിലുള്ള വനിതകൾ മാറുമറയ്ക്കാൻ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഈ സമരം എന്തുകൊണ്ട് ദീർഘിച്ചു എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ സമരം എന്തുകൊണ്ട് ദീർഘിച്ചു? അവർക്ക് 1828 മുക്കുവ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള നീണ്ട കുപ്പായമോ അതോടൊപ്പം തന്നെ സിറിയൻ ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്നത് പോലത്തെ റമക്കയൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഫ്രീഡം കൊടുത്തെങ്കിലും എന്തിനു വേണ്ടി അവർ സമരം ചെയ്തു? ഇവിടെ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. യൂറോപ്യൻ മിഷണറീസിന് മനസ്സിലാക്കാൻ സാധിക്കാത്തതും നമ്മുടെ അമ്മമാരുടെ ഹൃദയങ്ങൾ നിന്നിരുന്നതുമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ അമ്മമാർ വാദിച്ച എന്താണെന്നറിയാമോ? ഇവിടെയുള്ള നായർ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ ധരിക്കുന്ന അതേ മേൽമുണ്ട് ധരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്നാണ്. ആ മേൽമുണ്ടെന്ന് പറയുന്നത് മുഴുവൻ ബ്രസ്റ്റിനെ കവർ ചെയ്യുന്നൊന്നുമല്ലേ. ബ്രസ്റ്റിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ കവർ ചെയ്യും, ഇങ്ങനെ പുറകോട്ടിടുന്ന ഒരു ക്ലോത്താണ്. പക്ഷെ അന്നത്തെ ഒരു ആകർഷണീയമായിട്ടുള്ള ഡ്രസ്സാണ്. ഈ ഡ്രസ്സിന് വേണ്ടിയാണ് അവർ സമരം ചെയ്തത്. അനുവാദം കിട്ടിയതുകൊണ്ടൊന്നുമല്ല അവർ ഈ വസ്ത്രം ധരിക്കാനായിട്ട് തുടങ്ങിയത്. നിങ്ങൾ ആ മേൽമുണ്ട് സമരത്തിൻ്റെ മുഴുവൻ ഹിസ്റ്ററി നോക്കിയാൽ ഒരിക്കൽ പോലും മേൽമുണ്ട് ധരിക്കാനായിട്ടുള്ള ഫ്രീഡം നമ്മുടെ അമ്മമാർക്ക് ഒരു ഡോക്യുമെൻറ്റിലും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? അവരുടെ തീക്ഷ്ണതയോടുള്ള നിലപാടുകളാണ് അത്തരത്തിലുള്ള ഒരു കാര്യം നിറവേറ്റാനായിട്ട് അവരെ മുന്നിലേക്ക് നയിച്ചത്. അതുകൂടാതെ ഇടയ്ക്കൊരു ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ യൂറോപ്യൻ മിഷണറീസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് നഗ്നത മറയ്ക്കുന്ന കാര്യമാണ് ഈ സമരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് അവർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. അതേസമയം നമ്മുടെ അമ്മമാർ അവർ സമരം ചെയ്തുകൊണ്ടിരുന്നത് നായർ കമ്മ്യൂണിറ്റിയിലുള്ള വനിതകൾക്ക് അവർക്ക് മേൽമുണ്ട് ധരിക്കാൻ കൊടുത്ത അതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവരെഴുതിയിരിക്കുന്നത്, ഈ യൂറോപ്യൻ മിഷണറീസ് തന്നെ പറഞ്ഞു, ഈ ഷാനാർ വനിതകൾ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളെ അതുപോലെ അനുസരിക്കാറില്ല എന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കതെല്ലാം വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. നമ്മുടെ അമ്മമാർ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി, ഈക്വാളിറ്റിക്ക് വേണ്ടി ഒരു സമരം ചെയ്തു എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലെ അമ്മമാരുടെ ഒരു കൊച്ചുമോനായിട്ട് പിറക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം നിറഞ്ഞ ഒരു സംഗതിയാണ്. പക്ഷേ ഇന്ന് അതിലുള്ള വലിയൊരു ദുഃഖം, ഇന്ന് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ എല്ലാം ഒളിച്ചുകൂടി പിന്നെ ഗുഹകളിലിരിക്കുകയാണ്. പഴയ സമരവീര്യവും പോയി, ഉത്സാഹവും പോയി. ഇന്ന് വെറും സ്ത്രീജന സഖ്യങ്ങളെല്ലാം വെറും കുറച്ച് പാട്ടും വായനയും പ്രാർത്ഥനയും മാത്രം അടങ്ങുന്ന സംരംഭങ്ങളായി മാത്രം ചുരുങ്ങിയത് വേദനാജനകമാണ്. അതേസമയം വനിതകളുടെ ഇടയിൽ നീതിബോധം ഉണ്ടാക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർ സമൂഹത്തിൻ്റെ മുഖ്യ ഭാഗമാണെന്ന് പഠിപ്പിക്കാനും സാധിക്കുന്നതാകണം നമ്മുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ പഠിപ്പിക്കലുകളെല്ലാം. എങ്കിലും മാത്രമേ നമ്മുടെ മിഷണറി പ്രവർത്തനത്തിന് ഊർജ്ജസ്വലത ഉണ്ടാകൂ. നമുക്കൊരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു
ചലഞ്ചിങ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തെയും ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുകയാണ്. നീ ഇനി ദാസൻ എന്നുള്ള തരത്തിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ യു ഹാവ് എൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി? ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലോകം മുഴുവനും പ്രകാശം പരത്തുക എന്നുള്ളതാണ്. ഇത് സുവിശേഷത്തിൻ്റെ ശക്തമായ ഒരു സന്ദേശമാണ്. ഈ സുവിശേഷത്തിൻ്റെ ഒരു രൂപമാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്ന സുവിശേഷത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം. ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഞാനിന്ന് വായിച്ച് കേൾപ്പിച്ച 49 അധ്യായത്തിൻ്റെ 6-ാം വചനത്തെ പല മിസിയോളജിസ്റ്റും പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലുള്ള ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിൻ്റെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്നുള്ള വചനത്തെ പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലുള്ള ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ്. നമ്മൾ പണ്ട് കാലത്തെല്ലാം ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 28:19-20 ഇന്ന് പറയുന്നത് നിരവധി ഗ്രേറ്റ് കമ്മീഷൻസ് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഓരോ സുവിശേഷങ്ങളിലും നമ്മൾ പറയുന്ന ഒരു പക്ഷേ ലാസ്റ്റ് കമാൻഡ്മെൻറ്റ്സ് എല്ലാം എന്ന് പറയുന്നത് ഗ്രേറ്റ് കമ്മീഷനായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1:8 വചനം ഗ്രേറ്റ് കമ്മീഷനായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് ഒരെണ്ണമല്ല, ഒരുപക്ഷെ ഇനിയും നമ്മൾ കണ്ടെത്താനായിട്ടുണ്ട്. ഈ ഐസയ പ്രവചനത്തിൽ പറയുന്ന 49-6-ാം വചനവും ഒരു ഗ്രേറ്റ് കമ്മീഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ജോലി ഈ പ്രകാശം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളതാണ്. ഭൂമിയുടെ അറ്റത്തോളം ഈ രക്ഷയെ പ്രസിദ്ധമാക്കാൻ നമ്മൾ പ്രകാശമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്ന് ശ്രീ വേദമാണിക്യം മഹാറാസൻ അവറുകളുടെ ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം റവറൻഡ് വില്യം ടോബിയ റിങ്കൽ ടോബിയെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു ഹോളിസ്റ്റിക് ഡയമെൻഷൻ ഓഫ് മിഷൻ LMS മിഷണറീസ് നമുക്കിവിടെ ചെയ്തു എന്നുള്ളതാണ്. ഇന്നൊരു പക്ഷേ നമ്മൾ ചെയ്യുന്ന മിഷനിൽ ഈ ഒരു ഹോളിസ്റ്റിക് ഡയമെൻഷൻ ഉണ്ടോ എന്ന് പുനർചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അവരോട് വന്ന് എല്ലാ തരത്തിലുള്ള അഡ്വാൻസ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അവരോട് വന്ന് സ്കൂളുകൾ ആരംഭിച്ചു, വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ കൊണ്ടുവന്നപ്പോൾ പെൺകുട്ടികൾക്കും പഠിക്കാനായിട്ടുള്ള അവസരം നൽകി. ഇവിടെ വന്ന് ഹോസ്പിറ്റലുകൾ അവർ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ നീതിബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു. വനിതകൾക്കുള്ള സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി. ബൈബിൾ വിമനെ അവരോട് രൂപപ്പെടുത്തി. സുവിശേഷ പ്രവർത്തനത്തിൽ സുവിശേഷകന്മാരോടൊപ്പം ബൈബിൾ വിമനും പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഒരു വലിയ പരിവർത്തനം ഈ മേഖലയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് LMS മിഷണറീസാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹോളിസ്റ്റിക് ഡയമെൻഷനുള്ള മിഷൻ പ്രവർത്തനത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് നമുക്ക് ഇന്ന് ലോകത്തിൽ രക്ഷയെ പ്രസിദ്ധമാക്കുന്ന എല്ലാ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും വളരെ ക്രമീകൃതമായിട്ടുള്ള ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെയുള്ള DMPBയും സൗത്ത് കേരള ഡയസിലുള്ള ബോർഡ് ഫോർ മിഷനും അതോടൊപ്പം കൊല്ലം കൊട്ടാരക്കര ഡയസിലുള്ള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 1300-ലധികം മിഷണറീസെങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ ഉള്ളിലും അയൽ രാജ്യങ്ങളിലുമായിട്ട് നമ്മുടെ 3 ഡയസുകളിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അഭിനന്ദ ക്രിസ്റ്റഫർ വിജയൻ തിരുമേനി മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന സമയത്ത് അദ്ദേഹം ചെന്നൈയിലൊരു വലിയ മിഷൻ ഗ്രൂപ്പിനെ വിളിച്ചു വരുത്തി. ഏകദേശം 2500ഓളം മിഷണറീസിനെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, CSI സഭയാണ് ഇന്ന് ലോകത്തിലേറ്റവും സജീവമായി സുവിശേഷ പ്രവർത്തന രംഗത്ത് ഇടപെടുന്നതെന്ന്. അതൊരു വലിയൊരു അവബോധം സഭകൾക്ക് നൽകാൻ സാധ്യമായ ഒരു സാഹചര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പ്രബലമായ സുവിശേഷ സംഘടനയാണ്. ഈ 3 ഡയസസുകളും ചെയ്യുന്ന ശുശ്രൂഷ ശ്രേഷ്ഠമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ പരിപോഷണം എന്ന് പറയുന്നത് ഒരു ഇൻഡിജനസ് മിഷൻ മൂവ്മെൻറ്റിനെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു പരിപോഷണം നമുക്ക് LMS മിഷണറീസിലൂടെ ലഭിച്ചു, ശ്രീ വേദമാണിക്യ മഹാറാസിനിലൂടെ ലഭിച്ചു. അങ്ങനെ ആരംഭിച്ച ഒരു മൂവ്മെൻറ്റ് ഇന്നും വളരെ പ്രയോജനകരമായി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ഈ ദൗത്യ നിർവഹണത്തിൽ ദാസ്യ ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം രക്ഷയെ പ്രസിദ്ധമാക്കാനായിട്ട് സാധിക്കണം. യേശു നമുക്ക് വേണ്ടി ദാസനായി ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് ന്യൂ ടെസ്റ്റമെൻ്റ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹി ബിക്കേം എ സ്ലേവ് ഫോർ അസ്.
നമുക്ക് വേണ്ടി ഒരു ദാസനായി തീർന്ന വലിയ ദൈവകൃപയെ ഓർക്കണമെന്നും പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലെ മഹത്വത്തിലിരുന്ന നമ്മുടെ കർത്താവായ യേശു എല്ലാ മഹത്വവും വെടിഞ്ഞ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചു. പാവപ്പെട്ടവരോട് ഏകീഭവിക്കത്തക്ക വിധത്തിൽ ദാരിദ്ര്യം ശീലിച്ചു. നമ്മെ സമ്പന്നനാക്കുന്നതിന് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നുവെന്ന് അപ്പോസ്തലനായ പൗലൂസും പറയുന്നു. അങ്ങനെ ഒരു ദാസ്യ ശുശ്രൂഷയുടെ മോഡൽ നമുക്ക് കാണിച്ചു തന്നത് യേശുക്രിസ്തുവാണ്. പന്തിയിലിരിക്കുന്നവന് ശുശ്രൂഷ ചെയ്യുന്നവനാണോ, ഏവനാണ് പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ യേശുവോട് പറയുന്നത്, ഞാനവിടെ ചെയ്യുന്ന ദാസ്യ ശുശ്രൂഷയാണ്. പന്തിയിലിരിക്കുന്നവന് ആണ് അവൻ അതിഥിയെ ശുശ്രൂഷിക്കുന്നവനായിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദാസ്യ ശുശ്രൂഷയാണെന്ന് പറഞ്ഞു. ഇന്ന് ക്രൈസ്തവ സഭ ശീലിക്കേണ്ടിയിരിക്കുന്നത് ദാസ്യ ശുശ്രൂഷയാണ്. നമുക്കെല്ലാം ഒരുപാട് അഭിമാനവും അഭിനന്ദനങ്ങളും ഒക്കെ കൊള്ളത്തക്ക വിധത്തിലുള്ള പദവികളും ശുശ്രൂഷകളും ദൈവം നൽകുമ്പോഴും നമുക്കെപ്പോഴും ഉള്ളിലൊരു ചിന്ത വേണം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നമ്മൾ പ്രസംഗിക്കേണ്ടിയിരിക്കുന്ന ദൈവവചനം എല്ലാവർക്കും സമൃദ്ധമായ ജീവൻ നൽകേണ്ടിയിരിക്കുന്ന ഒരു ഹോളിസ്റ്റിക് ഡയമെൻഷനുള്ള സുവിശേഷ പ്രവർത്തനമാണ്. നമ്മുടെ എല്ലാ മിഷൻ ഫീൽഡുകളിലും LMS മിഷണറീസ് നമുക്ക് മാതൃകയാക്കി തന്ന ഒരു മിഷൻ്റെ ഒരു ഹോളിസ്റ്റിക് ഡയമെൻഷൻ എല്ലാ മിഷൻ മേഖലകളിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് വീണ്ടും വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു മതബഹുല സമൂഹത്തിൽ അധികം കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാക്കാതെ, അതേസമയം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നവചിന്താഗതികൾ നമ്മൾ രൂപപ്പെടുത്താനായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ മിഷൻ ഓർഗനൈസേഷൻസ് കാണിക്കുന്ന പ്രഹസനമൊന്നും CSI സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലില്ല എന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേസമയം പലപ്പോഴും ഈ FCRA ബിൽ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ പറയാനായിട്ടുണ്ട്. ഒരിക്കലൊരു മാധ്യമം എല്ലാം ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ സഭയുടെ ഒരു രീതി എന്ന് പറയുന്നത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സഭകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഭകളെ സഹായിക്കുന്നത് നമ്മുടെ രീതിയാണ്. മക്കതോന്യ സഭകൾ ആസിയയിലുള്ള സഭകളെ സഹായിച്ചിരുന്നു. ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള സഭകൾ നമ്മുടെ സഭയെ സഹായിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കെല്ലാം കമ്പാഷൻ സ്കീമുകളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഓരോ സെൻറ്ററുകളിലുമൊക്കെ പഠിച്ചു. അവിടെ പഠിച്ചത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തേതരായിട്ടുള്ള ധാരാളം പേര് പഠിച്ചു. ഇന്ന് ഗവൺമെൻറ് സർവീസിലിരിക്കുന്നവരുണ്ട്, ഉന്നതമായ തലങ്ങളിൽ പ്രവേശിച്ചവരുണ്ട്, MBBS പഠിച്ച് ഡോക്ടേഴ്സ് ആയവരുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. അവരെല്ലാം ക്രിസ്തേതര ഭവനങ്ങളിൽ നിന്ന് പോലും വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സഭകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഭകളെ സഹായിച്ചതിൻ്റെ ഭാഗമാണ്. ഞാനവരോട് പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വിശ്വാസത്തിനെതിരെയുള്ള ഒരു ചലഞ്ചാണ് നിങ്ങളിപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന FCRA ബിൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മിഷനുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തെ ഉയർത്തിക്കാണിക്കാനും അതിനെതിരായിട്ട് വരുന്ന വെല്ലുവിളികളെ നേരിടാനും നിശ്ചയമായിട്ടും നമുക്ക് സാധിക്കണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ലോകം മുഴുവനും പ്രകാശം പരത്തുക എന്നുള്ളതാണ്. ഒരു കൊച്ചു മിഷൻ സ്റ്റോറിയൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഗുജറാത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റുപാടുമൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏറെക്കുറെ രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറിലുള്ള ഒരു CNIയിലുള്ള ഒരു അച്ഛനെ കാണാനായിട്ട് ഇട വന്നു. അച്ഛനോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബമൊക്കെ എല്ലാവരും, അതായത് നിങ്ങളെല്ലാവരും വിശ്വാസത്തിൽ വരാനായിട്ടുള്ള കാര്യം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, മാഹ് വിന്നി എന്ന് പറയുന്ന ഒരു മിഷണറി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം വിശ്വാസത്തിൽ വരാനായിട്ട് ഇട വന്നത്. ഞാനന്ന് MTH പഠനത്തിന് പോകുന്നതിന് മുമ്പുള്ള സമയമാണ്. അദ്ദേഹം പറഞ്ഞ സ്റ്റോറിയൊക്കെ കേട്ടുകൊണ്ട് വന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, അന്ന് സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു മിഷൻ ഗ്രൂപ്പ് അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ ഐറിഷ് പ്രസ്ബിറ്റേറിയൻ ചർച്ചിൻ്റെ ഭാഗമായിരുന്നു അവർ. ആ മിഷൻ ഓർഗനൈസേഷൻ്റെ പേരെന്ന് പറയുന്നത് ജംഗിൾ ട്രൈബ് മിഷൻ എന്നായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു മിഷണറി ആയിരുന്നു മാഹ് വിന്നി. 1900 ആണ്ടുകളിൽ അവിടെ ഒരു കഠിനമായ ഫാമിൻ ഉണ്ടായി, ക്ഷാമം ഉണ്ടായ സമയത്ത് ആളുകൾക്ക് ആഹാരമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാതായി, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതായി തീർന്നു.
G.W. ബ്ലെയർ എന്ന് പറയുന്ന ഒരു മിഷണറി അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, എല്ലാ ഭവനങ്ങളിലും നോക്കിയാൽ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശരീരങ്ങൾക്ക് തത്തുല്യമായ വെറും അസ്ഥിപഞ്ജരങ്ങൾ മാത്രമേ കാണാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ മാഹ്വിന്നി, വില്യം മുള്ളിഗൻ എന്നൊക്കെ പറയുന്ന മിഷണറീസ് അവിടെയുള്ള കുറേ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഏകദേശം 200ഓളം കുട്ടികളെ അവർ ശേഖരിച്ച് അവരുടെ മിഷൻ ക്യാമ്പസിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും അതോടൊപ്പം വെള്ളവും ഒക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ പോഷിപ്പിക്കാൻ തുടങ്ങി. കാളവണ്ടിയിൽ യാത്ര ചെയ്ത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവരും, ഗോതമ്പ് കൊണ്ടുവരും. ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള ഭക്ഷണം ഗ്രാമത്തിൽ വിതരണം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മാഹ്വിന്നി എന്ന് പറയുന്ന മിഷണറി കോളറ ബാധിച്ച് അദ്ദേഹം മരണപ്പെടാനായിട്ടിട വന്നു. മാഹ്വിന്നിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് എല്ലാം ക്രമപ്പെടുത്തി വെച്ചു. അതിനുവേണ്ടി കുഴിയെല്ലാം തോണ്ടി ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും അവിടെ വന്നുകൂടി അവർ വാവിട്ട് കരയാനായിട്ട് തുടങ്ങി. കാരണം അവർക്ക് ആഹാരം കൊടുത്ത, ജലം നൽകിയ ഒരു മിഷണറിയാണ് അകാലത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഈ ഭൗതിക ശരീരം കുഴിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അവിടെ നിന്ന് ഭിൽ വർഗത്തിലെ ട്രൈബ് ഗ്രൂപ്പിൻ്റെ നേതാവ് മുന്നോട്ട് വടിയിങ്ങനെ ഇടിച്ച് ആ കുഴിക്കരയുടെ അടുക്കൽ നിന്ന് പറഞ്ഞു, ഇന്നു മുതൽ നമ്മുടെ ദൈവം മാഹ്വിന്നിയുടെ ദൈവമാണ്. ഇന്നു മുതൽ നമ്മുടെ ദൈവം മാഹ്വിന്നിയുടെ ദൈവമാണ്. അദ്ദേഹം പറഞ്ഞു, മാഹ്വിന്നി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിലൂടെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ടിട വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തിന് പ്രകാശം പരത്തുന്ന ശുശ്രൂഷകളിൽ ഇത്തരത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള മിഷണറിമാരുടെ പേരുകൾ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. അതേസമയം ഇന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ നമ്മളോടെല്ലാം ആവശ്യപ്പെടുന്നത് എല്ലാവരും പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി മരിക്കണമെന്നല്ല. അതേസമയം ജീവിക്കുന്ന സാക്ഷികളായിട്ട് നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചാൽ ലോകത്തിൽ രക്ഷയെ പ്രസിദ്ധമാക്കാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വിട്ട് കുറച്ചുകൂടെ വിപുലവും ശ്രമകരവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ ലോകത്തിൽ വിമോചനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, രക്ഷയെ പ്രസിദ്ധമാക്കാനായിട്ട് സാധിക്കും. ഈ വേദമാണിക്യം റിങ്കൽ ടോബേ ഡേയിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരാനും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാനുമുള്ള സാധ്യത നൽകുന്നതിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.